ഹലോ, ഐ എം ദഷുസ് മോം. ദഷുവിനെ പറ്റി ചോദിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി അതൊരു റിപ്ലൈ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കോമൺലി വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്നത് ദഷുവിന് എത്ര വയസ്സായി എന്നാണ്. ദഷുവിന് 15 വയസ്സാണ്. അവന് ജൂലൈ 2010 ആണ് അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. യശു ഇപ്പോൾ 10th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു സ്കൂളിലാണ് അവൻ പഠിക്കുന്നത്. നോർമൽ സ്കൂളാണ്, സ്പെഷ്യൽ സ്കൂളല്ല. അവൻ്റെ ഏത് ഏജിലാണ് ഓട്ടിസം ഡയഗ്നോസിസ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 3 വയസ്സോട് കൂടിയിട്ടാണ് നമുക്ക് അതിൻ്റെ ഒരു ഡയഗ്നോസിസ് ക്ലിയർ ആയിട്ട് ഉണ്ടായിട്ടുള്ളത്. പിന്നത്തെ ക്വസ്റ്റ്യൻ, ഏത് ഏജിലാണ് ദർശു സംസാരിക്കാൻ തുടങ്ങിയത്? ഒരു 3.5 ഇയേഴ്സിലാണ് സംസാരിക്കാൻ തുടങ്ങിയത്. ഫങ്ഷണൽ ആയിട്ടൊന്നും അവൻ സംസാരിച്ചിരുന്നില്ല. ഞാൻ ഒരുപാട് ബുക്സ് മേടിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബുക്സിലുള്ള വേർഡ്സുകൾ മാത്രമാണ് അവൻ സംസാരിച്ചിരുന്നത്. പിന്നത്തെ ക്വസ്റ്റ്യൻ ആണ് ഹൗ ഈസ് ദഷു നൗ എന്നുള്ളത്. ഇപ്പോൾ അവൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. ആ ക്വസ്റ്റ്യനാണ് എനിക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ളത്. ദഷു ഒരു നോൺ വെർബൽ ആയിട്ടുള്ള കുട്ടിയായിരുന്നു. ഒരക്ഷരം പോലും സംസാരിക്കാതിരുന്ന കുട്ടിയിൽ നിന്നാണ് അവൻ ഇന്ന് അവൻ്റെ എല്ലാ നീഡ്സും അവൻ്റെ എല്ലാ ആവശ്യങ്ങളും അവൻ്റെ എല്ലാ ഇമോഷൻസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് എത്തിയിട്ടുണ്ട്. ആൻഡ് അത് തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണുകയാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് അവൻ്റെ ഈ ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് എല്ലാതും മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എൻ്റെ ആൻസർ. അവന് സ്റ്റിൽ കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. ബിഹേവിയറൽ ഇഷ്യൂസും ഉണ്ട്. ദഷുവിന് ഫ്ലാപ്പിംഗ് ഓഫ് ഹാൻഡ്സ് ഉണ്ട്. അവന് സെൽഫ് ടോക്ക് ഉണ്ട്. സെൽഫ് ടോക്കാണ് ഞങ്ങൾക്ക് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അതെങ്ങനെ മാറ്റണം എന്നറിയാതെ നിൽക്കുന്നത്. ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ വി ആർ ഓൺ ദ വേ. ദഷുവിൻ്റെ ഓട്ടിസം ഡയഗ്നോസിസിൻ്റെ പീരീഡിൽ ഏറ്റവും കൂടുതൽ അവന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന് സ്പീച്ച് തന്നെയായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി. സെക്കൻഡ് അവൻ്റെ സോഷ്യലൈസേഷനാണ്. ഇത് രണ്ടും ഞങ്ങൾക്ക് നല്ല രീതിയിൽ അവൻ്റെ സ്പീച്ച് ആയാലും ഇമ്പ്രൂവ് ആക്കാനും അതുപോലെ തന്നെ സോഷ്യലൈസേഷൻ ആയാലും നല്ല രീതിയിൽ അവനെ മാനേജബിൾ ആക്കാനായിട്ടും സാധിച്ചിട്ടുണ്ട്. സ്കൂളിലെ സിറ്റിംഗ് ബിഹേവിയർ ഇപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ്. എന്തുകൊണ്ടോ അവൻ സ്കൂളിൽ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. മേ ബി ചെറിയ ക്ലാസ്സിൽ നമ്മൾ അവൻ്റെ കൂടെ പോയിരിക്കാത്തതുകൊണ്ടോ എന്തോ അവൻ വലിയ ക്ലാസ്സിലെത്തിയപ്പോഴാണ് നമ്മൾ അവൻ്റെ കൂടെ സ്കൂളിലെല്ലാം പോയിരിക്കാൻ തുടങ്ങിയത്. ചിലപ്പോൾ അവൻ്റെ ഇൻഡിവിജ്വാലിറ്റി ആയിരിക്കാം. മറ്റുള്ള കുട്ടികളുടെ പാരൻസ് അവരുടെ കൂടെ വരുന്നില്ല. അപ്പോൾ നമ്മൾ മാത്രം ചെല്ലുമ്പോൾ അവൻ എന്തോ ചെറുതായി പോകുന്നൊരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, അവന് നമ്മളെ സ്കൂളിൽ നമ്മൾ ചെല്ലുന്നതോ അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഇരുന്ന് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതോ അവനൊട്ടും താല്പര്യമുള്ളൊരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്കൂളിലെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മളെ കേസിൽ. പിന്നത്തെ ക്വസ്റ്റ്യൻ അല്ല, എനിക്ക് പറയാനുള്ളതാണ്. അതായത് എന്തിനാണ് ഞങ്ങൾ വീഡിയോസ് ചെയ്യുന്നത്, അതെനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. 2-3 റീസൺസ് ഉണ്ട് ബേസിക്കലി ഞങ്ങൾ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി റിസൈൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ റിസൈൻ ചെയ്യുന്നത് വരെ ദർശുവിൻ്റെ അടുത്തൊരു വീഡിയോ എടുക്കണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നീഡ്സോ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ റിസൈൻ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം മുതൽ ദർശുവിൻ്റെ അടുത്ത് വീഡിയോസ് എടുക്കണം, പ്ലേ ബട്ടൺ കിട്ടണം എന്നൊക്കെ പറയാൻ തുടങ്ങി. പക്ഷേ ഞാനത് അത്ര സീരിയസ് ആക്കി എടുത്തില്ല. കാരണം അവനെക്കൊണ്ട് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കുറച്ച് നാളായിട്ട് ഞാൻ നല്ല ബ്രേക്ക് എടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് വീഡിയോ എടുക്കലും വീഡിയോ ഇടലൊക്കെ. ഒരു 3-4 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് വളരെയധികം പ്രഷർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ചില വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ അവനെ ആ ഒരു പ്രഷർ കൊടുക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടാത്തത് കൊണ്ട് തന്നെ എനിക്ക് വേറെ പ്ലാൻസും വേറെ ഇൻറ്റൻഷൻസും ആയിരുന്നു റിസൈൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷേ ദർശു എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു അവന് വീഡിയോസ് എടുക്കണം, പ്ലേ ബട്ടൺ വേണം എന്നൊക്കെ. അങ്ങനെയാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു വീഡിയോ ഇടുന്നതും അത് കുറച്ചധികം റീച്ചിലോട്ട് പോകുന്നതും കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു സൈനാണത്. അവൻ പറയുന്ന കാര്യങ്ങളാണെങ്കിലും ഒന്നും വെറുതെ ആവാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനാണ് അത് ശ്രദ്ധിക്കാതെ പോയത്. സോ ഞാനത് എൻ്റെ പ്ലാൻസ് എല്ലാം മാറ്റി വെച്ചിട്ട് അവന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വീഡിയോസ് ചെയ്യാനുള്ള കാര്യത്തിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ദശനൊരു പ്ലേ ബട്ടൺ കിട്ടണം. യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ ഗോൾഡും സിൽവറും പ്ലേ ബട്ടൺ കിട്ടണം എന്നാണ് അവൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അവൻ്റെ ബുക്സിൽ മുഴുവനും അവൻ പ്ലേ ബട്ടൻ്റെ ഒരു ചിത്രം വരച്ച് വെച്ചിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എത്ര ഇൻറ്റൻസ് ആണ് അവൻ്റെ ഒരു ആഗ്രഹം എന്നുള്ളത് അതിൽ നിന്ന് അവൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇതുപോലെ വേറൊരു അസസ്മെൻറ്റിനായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പോയപ്പോൾ അവദർശു എന്ന അവിടുത്തെ ഏറ്റവും വലിയ കുട്ടി, കുഞ്ഞുമക്കളുള്ള ഇതുപോലെയുള്ള പാരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് എങ്ങനെയാണ് ദർശനെ പോലെങ്കിലും ആയി കിട്ടുമോ, അങ്ങനെ സംസാരിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വളരെയധികം ആകാംക്ഷയോടു കൂടിയും സ്നേഹത്തോടു കൂടിയും അങ്ങനെ വന്ന് പൊതിയുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അതെൻ്റെ മനസ്സിലിങ്ങനെ വല്ലാത്തൊരു എന്താ പറയുക, എൻ്റെ മനസ്സിലതങ്ങനെ കിടന്നിരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ദർശുവിൻ്റെ ഒരു ജേർണി ചിലപ്പോൾ മറ്റുള്ള പാരൻസിനും അതുപോലുള്ള കുട്ടികൾക്കും ഒരു ഹോപ്പും ഇൻസ്പിറേഷനുമായി മാറുന്നു. എന്നെ സംബന്ധിച്ച് എൻ്റെ മുന്നിൽ അങ്ങനെ നടക്കുന്ന കുട്ടികളൊന്നും ഈ പ്രായത്തിൽ ഞാൻ കണ്ടിരുന്നില്ല. അന്ന് ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഇത്രയും പോപ്പുലർ അല്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ദർശനെ പോലെ ഒരാളെ കണ്ടിരുന്നെങ്കിൽ ഞാൻ പോലും ആ ഡിപ്രഷൻ സ്റ്റേജിൽ നിന്നൊന്നും പോവാതെ അതിൽ നിന്നെല്ലാം ഓവർകം ചെയ്ത് അവൻ്റെ ഗോൾഡൻ പീരിയഡ്സ് അവനെ മിസ്സാക്കാതെ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു പാരൻസിനും
അങ്ങനെയുള്ള ആ ഒരു കുട്ടികളുടെ നല്ല സമയങ്ങൾ ഡിപ്രഷനിലോട്ടൊന്നും പോവാതെ അവർക്ക് മുന്നേറി വന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ പ്രയത്നിക്കണമെന്നുള്ള ആഗ്രഹം കൂടെ കൊണ്ടാണ് ഈ വീഡിയോസ് കൂടെ ചെയ്യാനായിട്ടുള്ള കാരണം. നോൺ വെർബൽ ആയിരുന്ന ഒരു സ്റ്റേജിൽ നിന്ന് ഇത്രയൊക്കെ സംസാരിക്കാനായിട്ട് കേപ്പബിൾ ആക്കാൻ പറ്റും എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവുമ്പോൾ, അങ്ങനെ ഒരു മൈൽ സ്റ്റോൺസ് നമ്മൾ കാണുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ആർജവം വളരെ കൂടുന്ന ഉറപ്പാണ്. അപ്പോൾ അതും എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ വീഡിയോ ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിക്ക് ഞാൻ അവൻ്റെ സെൻറ്റൻസസോ അല്ലെങ്കിൽ അവൻ്റെ സ്പീച്ചോ എന്തെങ്കിലും കറക്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ദർശ ചിലപ്പോൾ അതിന് കോപ്പറേറ്റ് ചെയ്യാറില്ല. അവൻ കേൾക്കാത്ത പോലെ പോവാം, ചിലപ്പോൾ ശ്രദ്ധിക്കാത്ത പോലെ ഇരിക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ വീഡിയോന് വേണ്ടി എന്ന് പറയുമ്പോൾ അവൻ എത്ര തവണ വേണമെങ്കിലും അത് പറയാനും റിപ്പീറ്റ് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുകയാണ്. ഞാൻ അവൻ്റെ വീഡിയോസ് മിക്കവാറും റോ ആയിട്ട് തന്നെയാണ് പോസ്റ്റ് ചെയ്യാറുള്ളത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് കുറച്ച് മിസ്റ്റേക്സും അവൻ പറയുന്നതിൽ ചില സ്ഥലങ്ങളിൽ ക്ലാരിറ്റി ഇല്ലാതെ പോവുകയും ഫില്ലേഴ്സ് ഇല്ലാത്ത സെൻറ്റൻസസും ഒക്കെ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അവൻ വളരെയധികം കോപ്പറേറ്റീവ് ആയിട്ടാണ് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ സമയം ഞാൻ അവൻ്റെ ഒരു തെറാപ്പി അല്ലെങ്കിൽ സ്പീച്ച് ട്യൂണിങ് ടൈമായിട്ട് ഞാൻ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളും ചിലപ്പോൾ സെൻറ്റൻസസുകളും അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യുന്ന സെൻറ്റൻസ് ഫ്രെയിമിങ്ങിൻ്റെ ഫോമാറ്റ്സും എല്ലാതും ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വളരെ അറ്റൻറ്റീവായിട്ട് അത് കേൾക്കുകയും അത് റിപ്പീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പറയാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രമിക്കുക മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് അവനത് യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. ഞങ്ങൾ ലാസ്റ്റ് ഡിസംബർ മുതലാണ് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 month ആയിട്ടാണ് നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ്ലി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 1 monthൽ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ദർശൻ്റെ സ്പീച്ച് ഏറ്റവും ഹൈ സ്പീക്കിൽ നിൽക്കുന്ന ടൈമാണ്. സോ അതെനിക്ക് വളരെയധികം ഹാപ്പിനെസ് തരുന്നതാണ്. മോർ ഓർ ലെസ് ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ ദർശൻ്റെ ഏറ്റവും നല്ല പാർട്സാണ് നമ്മൾ വീഡിയോസിലൂടെ ചെയ്യുന്നത്. അവൻ്റെ ഈ ഫ്ലാപ്പിംഗ് ഓഫ് ഹാൻഡ്സ് അല്ലെങ്കിൽ അവൻ്റെ സെൽഫ് ടോക്ക് അങ്ങനത്തെ ഉള്ള വേർഷൻസ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ വീഡിയോസ് എടുത്ത് കാണുന്ന ഒരു കുട്ടിയാണ്. അവൻ ഇമോഷൻസ് ഉള്ളൊരു കുട്ടിയാണ്. അവനത് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അവൻ്റെ അങ്ങനത്തെ വീഡിയോസ് ഞാൻ വെറുതെ പോലും എടുത്താൽ കൂടി അവനത് ഡിലീറ്റ് ചെയ്ത് കളയുമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കാറുണ്ട്. അങ്ങനെയുള്ള അവൻ്റെ ഒരു വീഡിയോസ് ഞാൻ ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് അവൻ്റെ ആ ഒരു തോട്ട്സിനെയും ഇമോഷൻസിനെയും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തോളണമെന്നില്ല. അപ്പോൾ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ്സ് വൈ വി ആർ ഡൂയിങ് ദിസ്. താങ്ക് യു.